നമസ്കാരം. മറ്റൊരു തിങ്കളാഴ്ച ദിനമാണിന്ന്. ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. ഇപ്പോൾ അവധി ദിനത്തിൻ്റെ ആലസ്യമൊക്കെ വിട്ടുണർന്ന് ഇപ്പോൾ ജോലി തിരക്കിലാണ്. ഇപ്പോൾ വീട്ടമ്മമാർ ജോലിയുടെ തിരക്കിലാണ്, ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിലാണ് ജീവനക്കാരും വീട്ടുകാരും എല്ലാം. കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞു വെച്ചെന്ന് കരുതുന്നു. കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ എത്തിയിട്ടുണ്ടാവും. 9 മണിയായല്ലോ. അപ്പം ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ മാളിക്കടവ് റോഡിനൊക്കെയാണ് നമ്മളൊക്കെ യാത്ര ചെയ്ത് വരുന്നത്. ശരിക്കും അതിൻ്റെ ഒരു അവസ്ഥയൊക്കെ ശരിക്ക് വളരെ പരിതാപകരമാണ്. ശരിക്കും അരമണിക്കൂർ കൊണ്ട് കോഴിക്കോട്ടെത്തുന്ന ദൂരമുള്ള ആളുകളൊക്കെ ശരിക്കും 1.5 മണിക്കൂർ മുമ്പേ പുറപ്പെടണം. മാളിക്കടവ് നമ്മൾ അണ്ടർപാസിൻ്റെ പണി നടക്കുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ദുരിതമുള്ള വേങ്ങേരി ഭാഗത്താണ്. ഞാനിപ്പോൾ രാവിലെ നിന്ന് ആ ഭാഗത്താണ് വന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ട്രാഫിക് പോലീസുകാരൻ നിർത്തിയിട്ട് ആ ഒരു പോലീസുകാരൻ്റെ ഗതികേടുകൂടി ഞാൻ മനസ്സിലാക്കിയത്. കാരണം വാഹനം ചെളി തെറിച്ചിട്ട് ആ പാവം അവിടെ കഷ്ടപ്പെടുകയാണ്. അപ്പം ഇതൊക്കെ ഡ്യൂട്ടിയൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ആളുകൾ ഇതിന് ശാശ്വത പരിഹാരം, ഒന്നുകിൽ ആ അണ്ടർപാസിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിന് ശാശ്വതമായിട്ടൊരു ബദൽ സംവിധാനം കൃത്യമായിട്ട് ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെയൊക്കെ എത്തുള്ളൂ. ഏതായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ വാർത്താപ്രഭാതം തുടങ്ങുകയാണ്. വാർത്താപ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് കോഴിക്കോട് തിരുവമ്പാടിയിലൊരു വാർത്തയാണ് ഞാൻ പ്രേക്ഷകരെ ആദ്യം അറിയിക്കുന്നത്. അത് നമുക്കറിയാം, 2 ദിവസമായിട്ട് KSTB ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു വിഷയം അവിടെ നടന്നിരുന്നു, വിവാദ വിഷയം നടന്നിരുന്നു. കോഴിക്കോട് തിരുവമ്പാടിയിലെ ഉള്ളാട്ടിൽ അബ്ദുൾ റസാഖിൻ്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം KSTB പുനഃസ്ഥാപിച്ചു. അതിൻ്റെ ഉള്ളറകളൊക്കെ പ്രേക്ഷകർക്കറിയാം, എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. കാരണം അദ്ദേഹത്തിന് മക്കൾ പോയിട്ട് KSTB ഓഫീസ് അടിച്ചു തകർക്കുന്നു. അതിന് എതിരെ വൈദ്യുതി വകുപ്പിൻ്റെ ഒരു അസാധാരണ നടപടി വരികയാണ്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് വീട്ടിലെ. അത് വലിയ കോളിളക്കത്തിനും കോലാഹലത്തിനും ഒക്കെ കാരണം വലിയ വിവാദമായി. സംസ്ഥാനം മുഴുവൻ ചർച്ച ചെയ്ത കാര്യം. കാരണം KSTBക്ക് ഒരു വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അത് പോലീസാണോ എന്നൊക്കെ ചോദിച്ച് ചർച്ചകൾ സജീവമായിട്ടുണ്ട്. ഏതായാലും KSTB തെറ്റിദ്ധരുത്തി എന്നാണ് തോന്നുന്നത്. അത് സമ്മർദ്ദത്തിൻ്റെ ഫലമാവാം, അല്ലെങ്കിൽ ശരിക്കും ആ പ്രതിഷേധത്തിൻ്റെ ഫലമാകാം, ചെയ്ത തെറ്റ് മനസ്സിലായിട്ടാവാം. കാരണം റസാഖിൻ്റെ മക്കൾ ചെയ്ത കാര്യത്തിന് നമ്മൾ ന്യായീകരിക്കുന്നില്ല. കാരണം KSTB ഉദ്യോഗസ്ഥരെ അടിച്ചു പരിക്കേൽപ്പിക്കൊന്നും ഒരു പരിഹാരമല്ല. കാരണം പണം അടച്ചിട്ടുണ്ടെങ്കിൽ KSTB ഫ്യൂസ് വരും, സംശയമൊന്നുമില്ല. പക്ഷേ ചില വൻകിട കമ്പനികൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കൊക്കെ ഇളവ് കൊടുക്കുന്നിടത്തിലാണ് പ്രശ്നം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ്. അപ്പം KSTB ഓഫീസിൽ അതിക്രമം കാണിച്ചതിന് പിന്നാലെ കണക്ഷൻ വിച്ഛേദിച്ചിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് KSTBയുടെ നടപടി. ഏതായാലും ആ വീട്ടിൽ വെളിച്ചം എത്തി കേട്ടോ. ആ വാർത്തയെ നമുക്ക് ആദ്യം കാണാം. വിവാദ നടപടിക്കും പ്രതിഷേധങ്ങൾക്കും സമ്മർദ്ദത്തിനും ഒടുവിൽ തിരുവമ്പാടിയിലെ ഉള്ളാട്ടിൽ അബ്ദുൾ റസാഖിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം KSTB പുനഃസ്ഥാപിച്ചു. റസാഖിന്റെ മകൻ അജ്മൽ KSTB ഓഫീസിൽ അതിക്രമം കാണിച്ചതിന് പിന്നാലെ കണക്ഷൻ വിച്ഛേദിച്ച സംഭവം വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് KSTBയുടെ നടപടി. കോഴിക്കോട് കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് തഹസിൽദാർ എത്തി റസാഖുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഞായറാഴ്ച രാത്രി 8:30 KSTB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ഇത് പോരാട്ടത്തിന്റെ വിജയമെന്നാണ് റസാഖ് പ്രതികരിച്ചത്. ഇപ്പം നമുക്ക് ഒരുപാട് സന്തോഷമായി. സന്തോഷം തന്നെ. നമ്മളെ ജനങ്ങൾ, നാട്ടുകാരും, ഞങ്ങളെ പാർട്ടിക്കാരും, യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പ്രവർത്തകർ, ഞങ്ങളെ മഹിളാ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും, അതേപോലെ ഞങ്ങളെ അയൽവാസികളും നാട്ടുകാരും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇന്നലെ ഉച്ചക്ക് മുതൽ ദൂരിക്കൊണ്ടായ സമയം മുതൽ ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് സഹായിച്ച്. ബോസ് ചെക്കൊക്കെ ഇന്നലെ രാത്രി എപ്പോഴാ പോയെന്നറിയാം. അത് കഴിഞ്ഞ് ഇന്നിപ്പോ പൊളിച്ചക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. മകന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? മകന്റെ കാര്യം ആ കേസുമായിട്ട് മുന്നോട്ട് പോവാന് എന്ന് തീരുമാനിച്ചു. അത് മുന്നോട്ട് കൊണ്ടുപോകും. കുടിശ്ശികയുടെ പേരിൽ വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ റസാഖിന്റെ മക്കൾ KSTB ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ഓഫീസ് ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് റസാഖിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുവാൻ വൈദ്യുതി ബോർഡ് ചെയർമാൻ ഉത്തരവിട്ടു. ഇനി ഓഫീസ് ആക്രമിക്കില്ലെന്നും ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യില്ലെന്നും സത്യവാങ്മൂലം എഴുതി തന്നാൽ മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കൂ എന്നായിരുന്നു KSTB അറിയിച്ചത്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. തുടർന്ന് ഞായറാഴ്ച വൈകിട്ടോടെ തഹസിൽദാർ റസാഖിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തി. ഇതിന് പിന്നാലെയാണ് KSTB ഉദ്യോഗസ്ഥരെത്തി റസാഖിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.